ഫിഫ വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 32 ഏറ്റവും കിടിലൻ മാച്ച്. അടിക്ക് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞ പോലെ എക്സൈറ്റിങ്, ഒരു സിനിമ കണ്ടിറങ്ങിയ ഫീലാണ് ഈ മാച്ച്. നമ്മളിത് ഈ മാച്ചിന് ശേഷം അപ്പനെയാണ് വീഡിയോ എടുക്കുന്നത്. അർജന്റീന ജയിച്ചിരിക്കുന്നു 3-2 കബെ വെർദയെ തോൽപ്പിച്ചുകൊണ്ട് റൗണ്ട് ഓഫ് 60 ക്വാളിഫൈ ചെയ്തിരിക്കുന്നു അർജന്റീന. കബെ വെർദയുടെ സ്പിരിറ്റ് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം എഫേർട്ട് എടുത്ത് അവർ കളിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു രാജ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം അർജന്റീന മെസ്സിയിലൂടെ ലീഡ് നേടുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ഡുവാട്ടയിലൂടെ സമനില പിടിക്കുന്നു കബെ വെർദെ. അങ്ങനെ മത്സരം എന്താ പറയുക, ഇഞ്ചായി മാറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം അർജന്റീനയ്ക്ക് കളി കൈവിട്ടു പോയി എന്നുള്ളൊരവസ്ഥ വരെ എത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയും മികച്ച ഒരു സമയത്ത് കബെ വെർദെ കളിച്ചിരുന്നു. എല്ലാ പ്ലേയേഴ്സ് ഒത്തിണക്കത്തോടുകൂടി എന്ത് രസമായിട്ട് കളിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ 90 മിനിറ്റ്സ് വരെ ഗോളൊന്നും വന്നില്ല. അങ്ങനെ സമനിലയിൽ 90 മിനിറ്റിന് ശേഷം എക്സ്ട്രാ ടൈമിലേക്ക് കിടക്കുന്നു. എക്സ്ട്രാ ടൈം തുടങ്ങി ഉടൻ തന്നെ 92 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു കിടിലൻ ഗോള്, മെസ്സിയുടെ ഫ്രീ കിക്കിൽ നിന്ന് ഹെഡ് ചെയ്ത് എന്താ പറയുക വന്നൊരു ബോള് കൃത്യമായൊരു ഫിനിഷിലൂടെ ഒസിനയ്ക്ക് ഒന്നും ചെയ്യാനില്ല അവരെ ഗോളിക്ക്. ആ കിടിലൻ ഫിനിഷിലൂടെ 2-1 ലീഡ് എടുക്കുന്നു. അപ്പോൾ അർജന്റീന വിചാരിച്ചു സിമ്പിളായി കളി അവരെ കയ്യിലായിരുന്നു. പക്ഷെ അല്ല, പിന്നെയാണ് ഗോൾ ഓഫ് ദി ടൂർണമെൻ്റ് എന്ന് വരെ നമുക്ക് സംശയിക്കാവുന്ന അത്രയും കിടിലൻ ഒരു ഗോള് പറക്കുന്നത്. ലോപ്പസ് കബ്രാൾ 103 മിനിറ്റിൽ എന്താ പറയുക, ഒരു ആംഗിൾ ഷോട്ടാണ് സംഭവം. നമ്മൾ മുമ്പ് ക്രൂസ് അടിച്ച് കണ്ടിട്ടുണ്ട് ജർമ്മനിക്ക് വേണ്ടി ഇതുപോലൊരു ഷോട്ട് ഫ്രീ കിക്കിൽ നിന്നാണ് പക്ഷെ അത് അടിച്ചിരുന്നത്. പക്ഷെ ഇത് ഓൺ പ്ലേയിൽ അടിച്ചിരിക്കുന്നു. കിടിലൻ ഗോൾ, അതിലൂടെ 2-2 സമനില പിടിക്കുന്ന കബെ വെർദെ. പിന്നെ അവസാന 15 മിനിറ്റിലേക്ക് കിടക്കുന്നു. എന്താ പറയുക, പിന്നെ അർജന്റീന വീണ്ടും ഉഷാറായി കളിക്കുന്നു. കാരണം നമുക്കറിയാം പെനൽറ്റി ഷൂട്ടൗട്ടി പോയ കളി കാര്യം അത്ര എളുപ്പമാവില്ല എന്ന് അവർ ഭയങ്കരമായി പരിശ്രമിക്കുന്നു. അതിന് ഫലമായിട്ട് മെസ്സിയുടെ കോർണറിൽ നിന്ന്, മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് കുട്ടി റൊമേറോ അവരുടെ സെൻറ്റർ ബാക്ക് താരത്തിൻ്റെ ഒരു കിഡിലൻ ഹെഡർ. പക്ഷെ അത് ഓൺ ഗോളായിട്ടാണ് വിധിക്കപ്പെട്ടത്. കാരണം ആളുടെ ഒരു ഹെഡർ നേരെ നമ്മുടെ കബെ വെർദെയുടെ ഒരു പ്ലെയറെ കയ്യിൽ കൊണ്ടിട്ടാണ് പോസ്റ്റ് കയറുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓൺ ഗോളായാണ് വിധിക്കുന്നത്. പക്ഷെ അത് അതിന് ക്രെഡിറ്റ് ഫുള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടി റൊമേറോയ്ക്ക് തന്നെയാണുള്ള കാര്യമാണ്. അത് അത്രയും കിഡിലൻ ഹെഡ് തന്നെയായിരുന്നു. സോ ഇത് വിജയിച്ചതോടെ അർജന്റീനയ്ക്ക് ഇനി മുഹമ്മദ് സലയുടെ ഈജിപ്തിനെയാണ് റൗണ്ട് ഓഫ് 16 നേരിടാനുള്ളത്. അതും തീപ്പാറ് പോരാട്ടാവുന്ന ഉറപ്പാണ്. എന്തായാലും ആഫ്രിക്കൻ കരുത്ത് കബെ വെർദെ കാണിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഒസീന അവരെ ഗോളി എടുത്ത് പറയേണ്ട സംഭവമാണ്. കാരണം മെസ്സിയുടെ ഫ്രീ കിക്കും മെസ്സിയുടെ 1-to-1 മാൻ ചാൻസസ് ഒക്കെ ആൾ ബ്ലോക്ക് ചെയ്ത് കിടിലൻ സേവ്സ്. അർജന്റീന ഇന്ന് അടിച്ച 3 ഗോൾ കിടിലനായതുകൊണ്ടാണ് ആ പോസ്റ്റിക്കർ അത്ര സേവ്സ് ആണ് അവർ നടത്തിയിരുന്നത്. പിന്നെ അവസാന നിമിഷങ്ങളിൽ എമി മാർട്ടിനസിന്റെ കിടിലൻ സേവും കൂടിയായപ്പോൾ അർജന്റീന ജയിച്ച് കയറുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം വരെ പ്രഷർ ചെയ്തു ശരിക്കും കബെ വെർദെ. അവസാന സെക്കൻഡിൽ ഒരു കോർണർ നേടി അർജന്റീനയെ പ്രഷർ ചെയ്യാൻ കബെ വെർദെക്ക് സാധിച്ചു. ഹാറ്റ്സ് ഓഫ് കബെ വെർദെ.